ഹായ് വെൽക്കം ബാക്ക് ടു മൈ മെൻ്റൽ ഹെൽത്ത് സീരീസ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ്. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, കോമൺ ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോസസ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ചും സംസാരിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ്ലി മാനേജ്മെൻറ്റ് ഓഫ് ആങ്സൈറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൽ എക്സാക്ട് ട്രീറ്റ്മെൻറ്റ് എന്താണ് മെഡിക്കേഷൻസ്, അതിനൊന്നും അധികം ഫോക്കസ് കൊടുക്കുന്നുണ്ടാവില്ല. ബിക്കോസ് അത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് ആണ്. പക്ഷേ ലൈക്ക് ആസ് എ ഫാമിലി നമുക്ക് എന്തൊക്കെ ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ്സ് സജസ്റ്റ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചായിരിക്കും ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കോസസ് ഓഫ് ആങ്സൈറ്റിയിൽ ചെയ്ത പോലെ മാനേജ്മെന്റ് ഓഫ് ആങ്സൈറ്റി നമുക്കൊരു ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ചിൽ എടുക്കാം. ഓക്കെ, അതായത് ബയോളജിക്കലി നമുക്ക് എന്തൊക്കെ ചെയ്യാം, സൈക്കോളജിക്കലി നമുക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം, സോഷ്യലി നമുക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ കോസസ് ഓഫ് ആങ്സൈറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് കോസ് ഓഫ് ആങ്സൈറ്റി, എന്തുകൊണ്ടാണ് എനിക്ക് ആങ്സൈറ്റി വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആങ്സൈറ്റി വന്നതിനെ കുറിച്ച് ഒരു സിമ്പിൾ ആൻസർ ഇല്ല. ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ആങ്സൈറ്റിയിലും ഒരു സിംഗിൾ കാര്യം ചെയ്ത് നമുക്ക് ആങ്സൈറ്റിനെ ഫുൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ അഡ്രസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും അവർക്ക് എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വന്നതെന്നുള്ളതിന് റീസൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് വന്ന ആ റീസൺസ് നമ്മൾ അഡ്രസ് ചെയ്യണം. അപ്പോൾ ഇതിൽ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ ബയോളജിക്കലി, സോഷ്യലി, സൈക്കോളജിക്കലി വരുന്ന സംഭവങ്ങളും അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഈ വീഡിയോയിൽ ബ്രീഫ്ലി നമുക്ക് സംസാരിക്കാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കോസസ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ എന്തൊക്കെയായിരിക്കും ബയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ ബ്രീഫ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ പറയുമ്പോൾ ഒരു പ്രോപ്പർ ഫിസിക്കൽ ഹെൽത്ത് എക്സാമിനേഷൻ എപ്പോഴും ചെയ്യണം നല്ലതാണെന്ന് പറയും. ജസ്റ്റ് ടു മേക്ക് ഷുവർ നമ്മൾ വേറെ എന്തെങ്കിലും ലൈക്ക് ഫിസിക്കൽ ഹെൽത്ത് വൈസ് ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല. നമ്മളെല്ലാം റൂൾ ഔട്ട് ചെയ്യണം ബിഫോർ വി ഡയഗ്നോസ് സമ്മൺ വിത്ത് ആങ്സൈറ്റി ഡിസോർഡർ, എനി ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡർ. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഹെൽത്ത് എക്സാമിനേഷനിൽ നമ്മൾ ഒരു സ്ക്രീനിങ് ഓഫ് ബ്ലഡ്സും ചെയ്യും. മെയിൻലി തൈറോയിഡ് ഫംഗ്ഷൻ, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, അതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇലക്ട്രോലൈറ്റ്സ്, എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോളജിക്കലി ഇപ്പോൾ അത് ചെയ്തു. പിന്നെ ഈ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിന് നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ലൈക്ക് മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ വരുന്നതാണ് മെഡിക്കേഷൻസ്. അഗെയിൻ ഏത് മെഡിക്കേഷൻസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്, എന്ത് ഡോസിലാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്, എല്ലാം നിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടാവില്ല. പക്ഷെ യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ഷോർട്ട് ടേം ആയിട്ട് നമ്മുടെ ആങ്സൈറ്റി സിംറ്റംസ് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ലോങ് ടേം ആണെങ്കിൽ ആന്റി ഡിപ്രസൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആന്റി ഡിപ്രസൻസ് എന്നാണ് പേര് എന്നുണ്ടെങ്കിലും അത് ആങ്സൈറ്റിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ആന്റി ഡിപ്രസൻസ് നമുക്ക് പലതരത്തിലുണ്ട്. അതിൽ ഏതാണ് നമുക്ക് ലൈക്ക് നമ്മുടെ ബോഡിക്ക് ഏതാണ് വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഒരു മെഡിക്കേഷൻ നമുക്ക് ആദ്യം സ്മോൾ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ ടൈട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഡോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യാം. നമ്മൾ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്ന വേറൊരു കാര്യമാണ് എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഡയഗ്നോസിസ് ഉണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യുക. അപ്പോൾ യൂഷ്വലി കണ്ടുവരേണ്ടത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ അവർക്കത് ഭയങ്കര ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആവാം. അങ്ങനെ ആങ്സൈറ്റി ഭയങ്കരമായിട്ട് ഡിറ്റീരിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും അഡ്രസ് ചെയ്യണം. അപ്പോൾ പക്ഷെ ഒരു കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഡയഗ്നോസിസ് വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആയി, അപ്പോൾ ആ ഫിസിക്കൽ ഹെൽത്ത് ഡയഗ്നോസിന്റെ മാനേജ്മെന്റിനോട് നമുക്ക് ലൈക്ക് എൻഗേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ആങ്സൈറ്റി സിംറ്റംസ് കാരണം ഭയങ്കര പാനിക് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, നമ്മൾ കൊളാപ്സ് ചെയ്യും, ലൈക്ക് ഓൾ പാനിക് അറ്റാക്സ് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അതും നമ്മളൊന്ന് ആങ്സൈറ്റി സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് എന്താണോ ആ ട്രിഗർ ചെയ്ത് അതും അഡ്രസ് ചെയ്യുക. ലൈക്ക് അത് പറയേണ്ട ആവശ്യമില്ല, ബൈ ഡീഫോൾട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ ഓവറോൾ നമ്മൾ അതും അഡ്രസ് ചെയ്യണം എന്നുള്ളത് പറയാം. അപ്പോൾ ബയോളജിക്കലി മെയിൻലി ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഒരാൾ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. ഇനി സൈക്കോളജിക്കലി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിന് ആക്ച്വലി കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയും ഒരു പേഷ്യന്റിനെ ഒരാളെ നമ്മൾ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മളൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയും. ഈ സൈക്കോ എഡ്യൂക്കേഷനിൽ നമ്മളിപ്പോൾ ഈ നേരത്തെ ചെയ്ത വീഡിയോസിലില്ലേ ആ കാര്യങ്ങളൊക്കെ ആൾക്ക് ലൈക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ലൈക്ക് വായിക്കാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ആങ്സൈറ്റി ഡിസോർഡർ വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് ആങ്സൈറ്റി ആണ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡയഗ്നോസ് ചെയ്ത ഒരാൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറേ സെൽഫ് ഹെൽപ്പ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. ഐഡിയലി ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ടോടുകൂടിയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ തന്നെ ലൈക്ക് അവയർനെസ് ഇൻക്രീസ് ചെയ്യണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഹെൽത്ത്
ഫിസിക്കൽ ഹെൽത്ത് നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യില്ല. അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് കുറേ ലൈക്ക് ആ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറപ്പി, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഈ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറപ്പിനെ കുറിച്ച് ഇടാം. ലൈക്ക് ഒരു ടോട്ടൽ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് CBT ഞാൻ ചെയ്യേണ്ടാവില്ല, പക്ഷെ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ സംഭവങ്ങൾ, പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആങ്സൈറ്റി സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ തന്നെ നമ്മുടെ കോപ്പിംഗ് സ്കിൽ മെക്കാനിസംസ് അതൊക്കെ അഡ്രസ്സ് ചെയ്യണം നല്ലതാണ്. ടോക്കിംഗ് തെറപ്പീസ് ലൈക്ക് കൗൺസിലിംഗ് പറയും. ചില ആൾക്കാർക്ക് കുറച്ച് സംസാരിച്ചാൽ അവർക്കൊരു റിലീഫ് കിട്ടും എന്ന് പറയും. അപ്പോൾ ആ ടോക്കിംഗ് തെറപ്പീസ് നമുക്ക് സജസ്റ്റ് ചെയ്യാം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ നമുക്ക് എന്താ പറയുക അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് തെറപ്പി ഉണ്ട്, സൈക്കോ ഡൈനാമിക് സൈക്കോ തെറപ്പി. ആങ്സൈറ്റിക്കുള്ളതല്ല, ബട്ട് കുറേ പേർക്ക് അതും ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈക്ക് അവർ വളർന്നു വരുമ്പോൾ അവരുണ്ടാക്കി വന്ന ഡിഫൻസ് മെക്കാനിസംസ്, അവരുണ്ടാക്കി വന്ന കോപ്പിംഗ് സ്കിൽസ് ഒക്കെ അവർക്ക് തന്നെ അനലൈസ് ചെയ്യാം. നമ്മളിപ്പം പറയും സൈക്കോ ഡൈനാമിക് സൈക്കോ തെറപ്പിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് വേണം അതിൽ എൻഗേജ് ചെയ്യാൻ, നമ്മളൊരു സൈക്കോളജിക്കലി മൈൻഡഡ് ആയിരിക്കണം, എന്നാലേ അത് ഹെൽപ്ഫുൾ ആവുള്ളൂ. ഏത് സൈക്കോളജിക്കൽ തെറപ്പി എടുക്കാനും അങ്ങനെയാണ്. നമുക്ക് എൻഗേജ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സൈക്കോ ഡൈനാമിക് സൈക്കോ തെറപ്പി ഒരു ഓപ്ഷനാണ്, പക്ഷെ അത് കൈൻഡ് ഓഫ് ഷോർട്ട് ടേം ആയിട്ട് ചെയ്യാനുള്ളതല്ല. ആങ്സൈറ്റിയിൽ ലോങ് ടേമിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇനി വരുന്നതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സോഷ്യൽ സപ്പോർട്ട്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി, നമ്മുടെ ജോലി, നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, നമ്മുടെ ലിവിങ് കണ്ടീഷൻസ്, അതൊക്കെ. അപ്പോൾ ആങ്സൈറ്റിക്ക് യൂഷ്വലി എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ട്രിഗർ ഉണ്ടാവും. ലൈക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴാണ് ഈ ഇഷ്യൂ വരാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ മെയിൻലി പറയാ, ഇപ്പോൾ CBTയിലായാലും ഒരു ബിഹേവിയറൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട്. നമ്മൾ കുറേ കൂടി നമ്മുടെ ആക്ടിവിറ്റീസിൽ കൂടുതൽ എൻഗേജ് ചെയ്യാൻ ട്രൈ ചെയ്യുക അങ്ങനെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആങ്സൈറ്റി എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പണ്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് എന്താണ്, ആ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് എക്സസൈസ്, ജിം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ റണ്ണിങ്, അല്ലെങ്കിൽ റീഡിങ്, അങ്ങനെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മ്യൂസിക് എന്തെങ്കിലും, ലൈക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക, അതൊക്കെ നമ്മൾ പണ്ട് എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കാമിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ വീണ്ടും ചെയ്യുക. അത് പതുക്കെ 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 ഒറ്റയടിക്ക് നല്ലൊരു ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് ഒറ്റയടിക്ക് എല്ലാത്തിലേക്കും തിരിച്ചു പോകാൻ പറ്റില്ല, ബട്ട് സ്ലോലി ആ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകുക. അതിന് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ പുറത്ത് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവുക. ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ആയ ഒരു കൊളീഗിന് ഇങ്ങനെ ആങ്സൈറ്റി ഡിസോർഡർ എന്നല്ല ഞാൻ പറയുന്നത്, എനി ഡിസോർഡർ, എനി കണ്ടീഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കൈൻഡ് ഓഫ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ അവരെ പുറത്തിറങ്ങാൻ എൻകറേജ് ചെയ്യുക, കൂടുതലായിരിക്കും എന്തെങ്കിലും ചുമ്മാ ഔട്ടിങ്സിന് പോവുക. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് തന്നെ ഇല്ലേ, വെറുതെ പുറത്തേക്ക് പോവുക, എന്നിട്ട് പുറത്ത് പോയി കുറച്ച് കറങ്ങിയിട്ട് തിരിച്ചു വരിക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് ലൈക്ക് നമുക്ക് കലീഗ്സ്, നമുക്ക് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാം. ഫാമിലിക്കും അതുപോലെ തന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാം. അവർ ഫാമിലിക്ക് അറിയാമല്ലോ നമ്മുടെ ഇപ്പോൾ ആ ഒരാൾക്ക് എന്താണ് അവർക്ക് എൻജോയ് ചെയ്യാറുള്ള കാര്യങ്ങൾ, അതൊക്കെ കൂടുതൽ നമുക്ക് എൻകറേജ് ചെയ്ത് നമുക്ക് ആ സംഭവങ്ങളൊക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് മെയിൻലി ഫാമിലി ഫ്രണ്ട്സിന് ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്, ഇപ്പോൾ അതുപോലെ ഓക്യുപ്പേഷൻ, ഇപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആൾക്കാർ, കുറേ പേർക്ക് ലൈക്ക് ജോലി ലൈക്ക് മാനേജ് ചെയ്യാൻ പറ്റും, കുറേ പേർക്ക് ചെയ്യാൻ പറ്റില്ല. അറ്റ് ദാറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ റെസിലിയൻസിന്റെ സംഭവം അറ്റ് സം പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കുറേ സെൽഫിഷ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ടൈം എടുക്കണം, നമ്മുടെ സെൽഫ് കെയർ, നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ജോലിയിൽ നിന്ന് നമ്മളിത് കുറച്ച് സിക്ക് ഓഫ് എടുത്തിട്ട് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സിക്ക് നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ്, അപ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സിനായാലും സൈക്കോളജിസ്റ്റിനായാലും ലെറ്റേഴ്സ് എഴുതാം, ലൈക്ക് സിക്ക് നോട്ട് പോലെ എഴുതിയിട്ട് നമ്മുടെ ഓക്യുപ്പേഷന് കൊടുക്കാം, അത് നമുക്ക് ചെയ്യാം. പിന്നെ വേറെ എന്താണ്, എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്താണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് കാര്യങ്ങളും അഡ്രസ്സ് ചെയ്താലേ ആ ഒരു മെയിൻ ട്രിഗർ പോകുന്നു. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഈ ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് പറഞ്ഞു. ഇതിൽ മെഡിക്കേഷൻസിന്റെ റോൾ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു മൈൽഡ് ആങ്സൈറ്റി ആണ്, മൈൽഡ് സിംറ്റംസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് വെച്ചിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ചിലപ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇന്റർവെൻഷൻസിൽ എൻഗേജ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കൊരു CBTയിൽ പോയിട്ട് അവർ പറയുന്ന സംഭവങ്ങളൊന്നും ട്രൈ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല നമ്മൾ. നമുക്ക് ഈ ഫിസിക്കൽ സിംറ്റംസ് ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യലി ഫ്രണ്ട്സിന് കൂടെ പുറത്ത് പോകാനോ, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ പുറത്ത് പോകാനോ, അല്ലെങ്കിൽ വായിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുക, അല്ലെങ്കിൽ മ്യൂസിക്, അതൊന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല നമ്മൾ. അവിടെയാണ് നമ്മൾ മെഡിക്കേഷൻസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമ്മുടെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മുടെ മൈൻഡിനെ, സോ ദാറ്റ് യു ക്യാൻ എൻഗേജ് ഇൻ എ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ പാർട്ട്. നമ്മൾ മരുന്ന് എടുത്തു എന്ന് വെച്ചിട്ട് ആങ്സൈറ്റി കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പോകില്ല. ആങ്സൈറ്റിയുടെ ലൈക്ക് ആ ഒരു സിംറ്റംസ് ആൻഡ് ഡിസ്ട്രെസ് ക്യൂർ ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡിനെ കുറച്ചൊന്ന് ലൈക്ക് കാം ഡൗൺ ചെയ്യാൻ പറ്റും. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കെമിക്കൽ ബാലൻസ് ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട്
നമുക്കതിനൊന്ന് ലൈക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റും. പക്ഷേ കോറായിട്ട് നമ്മൾ പറയും ഈ ആങ്സൈറ്റി ഇഷ്യൂ മാറണം എന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഉണ്ടാവുന്ന കോസസ് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തർക്കും. അപ്പോൾ അവരവർക്ക് ഉണ്ടാവുന്ന ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വിത്ത് സപ്പോർട്ട് ഓഫ് യുവർ സൈക്കോളജിസ്റ്റ് ഓർ സൈക്കാട്രിസ്റ്റ് അനലൈസ് ചെയ്തിട്ട് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എന്നാലേ ഒരു ലോങ് ടേം കൈൻഡ് ഓഫ് ആങ്സൈറ്റിക്ക് അതൊരു മാനേജ്മെന്റ് പോലെ പറയാൻ പറ്റുള്ളൂ. ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്രേ പറയുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ആൻറ്റി ഡിപ്രസൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യില്ല. വേണമെങ്കിൽ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ജസ്റ്റ് ഒരു ഐഡിയ ഓഫ് ഹൗ ഈ മെഡിക്കേഷൻസ് വർക്ക് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ അത് വർക്ക് ചെയ്യണം എന്നുള്ളതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇതിൽ പറഞ്ഞാൽ പിന്നെ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ആവും. പിന്നെ CBTനെ കുറിച്ചിട്ടും ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.